സെപ്പറേറ്റിംഗ് ദ കമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ. നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക സബ്സ്റ്റൻസുകളും മിക്സ്ചറായിട്ടാണ് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, സാൻഡ്, സീ വാട്ടർ, റോക്ക് പൗഡർ, ലേക്ക് വാട്ടർ, എയർ. ഇവയിൽ പാർട്ടിക്കിൾസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ക്രോമറ്റോഗ്രഫി, ഡിസ്റ്റിലേഷൻ. ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നോക്കുക. ഇവിടെ ഫ്ലാസ്കിൽ സാൾട്ട് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എയിം ഉപ്പിനെ വെള്ളത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായി നമ്മൾ ഈ സാൾട്ട് വാട്ടർ ഫിൽ ചെയ്തിരിക്കുന്ന ഫ്ലാസ്കിനെ ഒരു ഹീറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മളെടുത്ത മിക്സ്ചറിൽ നിന്നും വാട്ടർ മുഴുവനായും ഇവാപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു ഫ്ലാസ്കിലേക്ക് നമുക്കിതിനെ കളക്ട് ചെയ്യുവാൻ സാധിക്കും. ഡിസ്റ്റിലേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിക്സ്ചർ തിരഞ്ഞെടുക്കുമ്പോൾ മിക്സ്ചറിലെ ഒരു പാർട്ടിക്കിൾ ഇവാപ്പറേറ്റിംഗ് ടെൻഡൻസി ഹൈ ആയിരിക്കണം മറ്റു പാർട്ടിക്കിൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഡിസ്റ്റിലേഷൻ വളരെ എഫക്റ്റീവായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് മിക്സ്ചറിലെ പാർട്ടിക്കിൾസിൻ്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. സാധാരണ ഡിസ്റ്റിലേഷനെ പോലെ മിക്സ്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടത്തിവിടുന്നു. അവിടെ വെച്ച് സെപ്പറേറ്റഡായി ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും നടക്കുന്നു. ഫോർ എക്സാമ്പിൾ, എത്തനോൾ ആൻഡ് മെത്തനോൾ മിക്സർ എടുത്താൽ ചൂടാക്കുന്നതനുസരിച്ച് ഇവ രണ്ടിൻ്റെയും വേപ്പർ ഉണ്ടാകുന്നു. ഇവ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എത്തിയാൽ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വെച്ച് ഫസ്റ്റ് കണ്ടൻസ് ചെയ്യും. എന്നിട്ട് തണുത്ത് ലിക്വിഡ് ആവുന്നതാണ്. ഇതിനെ ആദ്യം ഒരു ഫ്ലാസ്കിൽ കളക്ട് ചെയ്യുന്നു. പിന്നെ ബോയിലിംഗ് പോയിന്റ് കൂടിയ മെത്തനോൾ ഇതുപോലെ മറ്റൊരു ഫ്ലാസ്കിൽ കളക്ട് ചെയ്യും.